നമസ്കാരം. ഈ പുതിയ പഠനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിൽ പലരും ചിന്തിക്കാറുള്ളൊരു കാര്യമുണ്ട്. നല്ല ഭക്ഷണവും യാതൊരു ടെൻഷനുമില്ലാത്ത ലൈഫും കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും, ആഹാ, ദൈവം നമ്മളെ വല്ലാതെ അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ എന്ന്, അല്ലേ? എല്ലാം വളരെ സ്മൂത്തായി പോകുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ വളരെ ആഴത്തിൽ വേരൂന്നിയവരാണെന്ന് നമ്മൾ തന്നെ അങ്ങ് തീരുമാനിക്കും. എന്നാൽ ഒരു തികഞ്ഞ സൗകര്യപ്രദമായ ജീവിതം സ്വയമേവ ദൈവത്തിന്റെ കൃപയാണെന്നർത്ഥമാക്കുന്നുണ്ടോ? റോമർ 14:17 എന്ന വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഇന്ന് ഈയൊരു മിഥ്യാബോധത്തെ പൊളിച്ചെഴുതാൻ പോവുകയാണ്. ശരി, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് കാണാം. സൗകര്യങ്ങളുടെ മിഥ്യാബോധം, യഥാർത്ഥ നീതി, കഷ്ടപ്പാടുകളിലെ സന്തോഷം, ശത്രുക്കളോടുള്ള സമാധാനം, പിന്നെ അവസാനമായി ശക്തിയുടെ രാജ്യം. ഈ 5 കാര്യങ്ങളിലൂടെയാണ് നമ്മളിന്ന് കടന്നുപോകുന്നത്. ഒന്നാമത്തെ വിഷയം, സൗകര്യങ്ങളുടെ മിഥ്യാബോധം. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. യാതൊരു പ്രശ്നവുമില്ലാതെ വളരെ സുഖമായി ജീവിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഇയാൾക്ക് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമുണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറില്ലേ? സത്യത്തിൽ അത് വെറുമൊരു ബാഹ്യമായ തോന്നൽ മാത്രമാണ്. ഇവിടെ ഈ 2 കാര്യങ്ങളൊന്ന് നോക്കൂ. ഒരു വശത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നുള്ളത്, അതായത് നമ്മൾ സാധാരണ പറയുന്ന ആ ഒരു ചിൽ ലൈഫ്, യാതൊരു ടെൻഷനുമില്ല, ഫുൾ ടൈം എൻജോയ്മെന്റ്. എന്നാൽ മറുവശത്ത് യഥാർത്ഥ ആത്മീയ യാഥാർത്ഥ്യമായ ദൈവരാജ്യമുണ്ട്. ഇവ രണ്ടും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ചരിത്രം നോക്കിയാൽ ഇതിന് കൃത്യമായ ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. രൂത്തിന്റെ പുസ്തകത്തിൽ തിന്ന് കുടിച്ച് വിശ്രമിക്കുന്ന ബോവസിന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഇയോബിന്റെ മക്കൾ മൂത്ത സഹോദരന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുന്നതും, നോഹയുടെ കാലത്ത് പ്രളയം വരുന്നതിന് തൊട്ടുമുമ്പ് യാതൊരു ചിന്തയുമില്ലാതെ ആളുകൾ അടിച്ചുപൊളിച്ച് ജീവിച്ചതും നമുക്കറിയാമല്ലോ. ഇനി മോശ 10 കൽപ്പനകൾ വാങ്ങാൻ പർവ്വതത്തിൽ കയറിയപ്പോൾ താഴെ ഇസ്രായേലിയർ എന്തു ചെയ്യുകയായിരുന്നോ? തിന്നാനും കുടിക്കാനും കളിക്കാനുമിരുന്നു. അതായത് തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നത് ആത്മീയതയുടെ ലക്ഷണമല്ല, മറിച്ച് വെറും ലൗകിക സുഖങ്ങളെയും നാളെക്കുറിച്ചുള്ള ചിന്തയില്ലായ്മയുമാണ് കാണിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. പൗലോസ് അപ്പോസ്തലൻ റോമർ 14:17 വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, മറിച്ച് പരിശുദ്ധാത്മാവിലുള്ള നീതിയും സമാധാനവും സന്തോഷവുമാണ്. ഈയൊരു ഒറ്റ വാക്യം മതി ആ സുഖസൗകര്യങ്ങൾ എന്ന മിഥ്യാബോധത്തിൽ നിന്ന് നമ്മളെ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരാൻ. ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം, യഥാർത്ഥ നീതിയുടെ അർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 3 പ്രധാന സ്തംഭങ്ങളിൽ ആദ്യത്തേതാണ് നീതി. എന്താണ് സത്യത്തിൽ യഥാർത്ഥ നീതി എന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവിന്റെ കാഴ്ചപ്പാടിൽ നീതി എന്നത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന നന്മയോ അല്ലെങ്കിൽ കുറെ നിയമങ്ങൾ കണിശമായി പാലിക്കുന്നതോ അല്ല കേട്ടോ. നമ്മൾ ഭയങ്കര നല്ലവരാണെന്ന് നാട്ടുകാരെക്കൊണ്ട് പറയിപ്പിക്കുന്നതിലല്ല കാര്യം, മറിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസം കാരണം ദൈവം തന്നെ നമ്മളെ നീതിമാനായി അംഗീകരിക്കുന്നതിനെയാണ് യഥാർത്ഥ നീതി എന്ന് വിളിക്കുന്നത്. വിശ്വാസത്താലുള്ള നീതിയുടെ പ്രത്യാശയ്ക്കായി പരിശുദ്ധാത്മാവിനാൽ നാം കാത്തിരിക്കുകയാണ് വേണ്ടത്. ഇത് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ ഈ താരതമ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ന്യായപ്രമാണമനുസരിച്ചുള്ള സ്വന്തം പ്രവൃത്തികളിലൂടെയുള്ള നീതിയല്ല നമുക്ക് വേണ്ടത്. പകരം ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവം നൽകുന്ന നീതിയാണ്. ആ വിശ്വാസത്താലുള്ള നീതിയുടെ കിരീടത്തിനാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടത്. മൂന്നാമത്തെ വിഷയം, കഷ്ടപ്പാടുകളിൽ സന്തോഷം കണ്ടെത്തൽ. അതെ, രണ്ടാമത്തെ സ്തംഭം. സാധാരണഗതിയിൽ നമ്മുടെ കയ്യിൽ കാശുള്ളപ്പോഴോ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോഴോ ഒക്കെയാണല്ലോ നമ്മൾ സന്തോഷിക്കുക. എന്നാൽ ദൈവരാജ്യത്തിലെ സന്തോഷം വർക്ക് ചെയ്യുന്നത് ഇതിലും വളരെ വ്യത്യസ്തമായിട്ടാണ്. ഈ നിർവചനം ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. സാമ്പത്തിക അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ രോഗം മാറുമ്പോഴോ ഉള്ള വെറുമൊരു ഫീലിംഗ് അല്ല ഈ യഥാർത്ഥ സന്തോഷം, മറിച്ച് ഏറ്റവും കഠിനമായ വേദനകളിലൂടെയും അപമാനങ്ങളിലൂടെയും കടന്നുപോകുമ്പോഴും പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ നിറയുന്ന നിഷേധിക്കാനാവാത്തൊരു അമാനുഷിക ആനന്ദമാണിത്. അതാണ് ട്രൂ ജോയ്. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബൈബിളില് ഇതിന് കൃത്യമായ തെളിവുകളുണ്ട്. നോക്കൂ, യേശുക്രിസ്തു കുരിശിൽ കിടക്കുമ്പോഴും തന്റെ പീഡകർക്ക് അനുഗ്രഹം നൽകി. അതുപോലെ പത്രോസും യോഹന്നാലും ന്യായാധിപ സംഘത്തിൽ നിന്ന് ക്രൂരമായി അടിയേറ്റ ശേഷവും എന്താണ് ചെയ്തത്? ക്രിസ്തുവിന്റെ നാമത്തിനുവേണ്ടി അപമാനം സഹിക്കാൻ യോഗ്യരായല്ലോ എന്നോർത്ത് മഹാസന്തോഷത്തോടെയാണ് അവർ മടങ്ങിപ്പോയത്. പഴയകാല പ്രവാചകന്മാരും ഇതുപോലെ കടുത്ത പീഡനങ്ങൾ സന്തോഷത്തോടെ സഹിച്ചിട്ടുണ്ട്. ലോകത്തിന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു തരം സന്തോഷമാണിത്. യേശുവിന്റെ ഈ ശക്തമായ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കട്ടെ,
ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുകയോ നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും സന്തോഷിക്കാറുണ്ടോ? അതോ ഉടനെ തന്നെ പകരം വീട്ടാൻ ശ്രമിക്കാറുണ്ടോ? കഷ്ടതകളിൽ സന്തോഷിക്കുക എന്നത് യഥാർത്ഥ ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്നാണ്. ഇനി 4ാമത്തെ വിഷയം, ശത്രുക്കളോട് സമാധാനം സ്ഥാപിക്കൽ. അതെ, 3ാമത്തെ സ്തംഭം സമാധാനം അഥവാ ഒത്തുതീർപ്പ്. നമ്മളെ സ്നേഹിക്കുന്നവരുമായി യാതൊരു പ്രശ്നവുമില്ലാതെ പോകുന്നതിനെ മാത്രമല്ല ബൈബിൾ സമാധാനമെന്ന് വിളിക്കുന്നത്. അത് ഇതിലും എത്രയോ അപ്പുറമാണ്. സമാധാനമെന്നത് വെറുതെ മിണ്ടാതിരിക്കുന്ന ഒന്നല്ല, അതൊരു സജീവമായ അനുരഞ്ജന പ്രക്രിയയാണ്. നമ്മുടെ ശത്രുക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും നമ്മളെ ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാനുമുള്ള ഒരു അമാനുഷിക കഴിവ്. മനുഷ്യർ നമ്മളെ പുകഴ്ത്തുന്നതിനേക്കാൾ ദൈവത്തിന്റെ അംഗീകാരത്തിന് മുൻഗണന നൽകാൻ ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കാനും സ്വന്തം ജീവനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാനും കഴിയുന്നത് ഈ സമാധാനമുള്ളതുകൊണ്ടാണ്. ഇത് വളരെ കൃത്യമായി ഈ സ്ലൈഡിൽ കാണാം. ലോകം നൽകുന്ന സമാധാനമെന്താണ്? നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കുക. അത് വളരെ എളുപ്പമാണ്, അല്ലേ? എന്നാൽ ദൈവം നൽകുന്ന സമാധാനം എന്ന് പറയുന്നത് വിപ്ലവകരമാണ്. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നമ്മളെ ദ്രോഹിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. മനുഷ്യരുടെ പ്രശംസ ആഗ്രഹിക്കാതെ നമ്മളെ വെറുക്കുന്നവരോട് പോലും ക്ഷമിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ സമാധാനം. 5ാമത്തെ വിഷയം, ശക്തിയുടെ രാജ്യം. അതെ, നമ്മൾ ഈ പഠനത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ കണ്ട നീതി, സന്തോഷം, സമാധാനം എന്നിവയെല്ലാം യഥാർത്ഥ സഭയിൽ എങ്ങനെയാണ് ഒരു ആക്റ്റീവായ യാഥാർത്ഥ്യമായി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 4:20 ഈ ശക്തമായ വാക്യം ശ്രദ്ധിക്കുക. ദൈവരാജ്യം സംസാരത്തിലല്ല, ശക്തിയിലാണ്. ഇതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. വെറുതെ വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തുന്നതിലോ അല്ലെങ്കിൽ ഞാൻ വലിയൊരു വിശ്വാസിയാണ് എന്ന് അവകാശപ്പെടുന്നതിലോ അല്ല ദൈവരാജ്യം ഇരിക്കുന്നത്. അവിടെ യഥാർത്ഥവും പ്രകടവുമായ ശക്തി ആവശ്യമാണ്. ആ ശക്തി യഥാർത്ഥ സഭയിൽ എങ്ങനെയാണ് പ്രകടമാവുന്നത് എന്ന് ഈ പട്ടികയിൽ നോക്കാം. ദൈവരാജ്യം വരുമ്പോൾ അവിടെ രോഗികൾ സൗഖ്യമാക്കപ്പെടുന്നു, അന്ധകാര ശക്തികൾ പുറത്താക്കപ്പെടുന്നു. അതുപോലെ എബ്രായർ 12 പറയുന്നതുപോലെ യഥാർത്ഥ സഭയിൽ ദൈവീക നീതി നടപ്പിലാക്കപ്പെടുന്നു. ഇതാണ് യഥാർത്ഥ സഭ. അവിടെ ദൈവം വാഴുകയും സൗഖ്യമാക്കുകയും വിടുവിക്കുകയും തികഞ്ഞ നീതി നടപ്പാക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഇതൊന്ന് സംഗ്രഹിക്കാം. നാം ഇതുവരെ കണ്ട വലിയ ദൈവശാസ്ത്രപരമായ മാറ്റങ്ങളെ മുഴുവൻ ഈ 5 പോയിന്റുകളിലായി ചുരുക്കി പറയാം. 1. കേവലമായ സുഖസൗകര്യങ്ങൾ എന്ന മിഥ്യാബോധം പൂർണ്ണമായും ഉപേക്ഷിക്കുക. 2. സ്വന്തം പ്രവൃത്തികളിലൂടെയല്ലാതെ വിശ്വാസത്താലുള്ള നീതി സ്വീകരിക്കുക. 3. കഷ്ടപ്പാടുകളുടെ മധ്യത്തിലും സന്തോഷം കണ്ടെത്തുക. 4. ശത്രുക്കളുമായി സജീവമായി സമാധാനം സ്ഥാപിക്കുക. 5. വാക്കുകളിൽ ഒതുങ്ങാതെ ദൈവരാജ്യത്തിന്റെ യഥാർത്ഥ ശക്തിയിൽ നടക്കുക. അവസാനമായി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തിന്നും കുടിച്ചും വളരെ സുഖപ്രദമായ ഒരു ജീവിതം മാത്രമാണോ നയിക്കുന്നത്? അതോ ദൈവരാജ്യത്തിന്റെ യഥാർത്ഥ ശക്തിയിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളുടെ ആത്മീയ ജീവിതം ഒന്ന് സ്വയം വിലയിരുത്തി നോക്കൂ. വെറും ബാഹ്യമായ സുഖങ്ങളിൽ മാത്രമാണോ നിങ്ങളുടെ ശ്രദ്ധ? അതോ പരിശുദ്ധാത്മാവ് നൽകുന്ന നീതിയും സമാധാനവും സന്തോഷവും നിങ്ങളിലുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സ്വയം കണ്ടെത്താൻ ഈ പഠനം നിങ്ങളെ സഹായിച്ചുവെന്ന് കരുതുന്നു. ഈ കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി നന്ദി.